കൊടുത്ത് മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തപ്പോ ഇത് മനുഷ്യാവകാശം അല്ലെന്ന്. 1.5 മാസമായിട്ട് ഇരിക്കുന്ന എന്റെ വണ്ടിയുടെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സങ്കടം. സെന്ററുകൾ കാര്യങ്ങൾ അന്വേഷിച്ച് വേണം. പിന്നെ അവിടെയുള്ള അഡ്വൈസർമാരെ കൂടെ മെയിൻ ആയിട്ട് ഇവന്മാരാണ് ഏറ്റവും വലിയ. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗെയിൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് സ്കൂട്ടർ, അതായത് ഓല. നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ, നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ തുറക്കപ്പെടുന്നതിന് അത് മാത്രമേ ഉള്ളൂ. നമ്മളെ ഓച്ചിറയിൽ ഒരു ഓല കസ്റ്റമർ, ഒരു ബ്രദർ, ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, സാധാരണ പാവപ്പെട്ട, അവന് ഇഷ്ടപ്രകാരം അവന് ആഗ്രഹം ഉണ്ടായിട്ട് ഒരു വണ്ടി എടുത്ത്, ഇലക്ട്രിക് സ്കൂട്ടർ. പെട്രോൾ അടിക്കാൻ വയ്യാഞ്ഞിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ എടുത്ത്. ഇപ്പൊ ലാസ്റ്റ് അവൻ അത് ഒരു ക്രെയിനകത്ത് നടു റോഡിൽ കെട്ടി തൂക്കി ഇടേണ്ട അവസ്ഥയായി. വണ്ടി ഓടുന്നില്ല, അവന്റെ കയ്യിലെ പൈസ പോയി, അവന്റെ മാന നഷ്ടം, അവന്റെ പൈസ നഷ്ടം, അവന്റെ എല്ലാ നഷ്ടം. ആലോചിച്ച് നോക്കേ. അപ്പൊ ഇതേപോലുള്ള സ്കൂട്ടറുകൾ, ഇലക്ട്രിക് സ്കൂട്ടറുകൾ എടുക്കാൻ നിൽക്കുന്നവരടുത്തല്ല, ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം ഇതൊക്കെ എടുക്കുന്നത്. മനസ്സിലായോ? ഞാനും കണ്ടിട്ടുണ്ട് കുറെ പേര് വഴി കൂടി ഇങ്ങനെ തള്ള. ഞാൻ ചോദിക്കാം, ബ്രോ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേന് അവര് പറയുന്നത് എന്താന്ന് വെച്ചാല്, ബ്രോ വണ്ടി എന്തോ സിസ്റ്റം എററാ, അല്ല സോഫ്റ്റ്വെയർ എററാ, വണ്ടി അനങ്ങുന്നില്ല, ഓൺ ആവുന്നില്ല, ഇങ്ങനത്തുള്ള കുറെ കംപ്ലൈന്റ്. അത് കാർ ആയാലും ശരി, സ്കൂട്ടർ ആയാലും ശരി, കുറെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളെ ഈ ഓച്ചിറയിൽ ഈ പയ്യൻ സത്യം പറഞ്ഞാൽ പ്രതിഷേധിക്കുകയാണ്. അവന്റെ പൈസ നഷ്ടം, എല്ലാം പോയി. അതിനെതിരെ അവൻ പ്രതിഷേധിച്ചോണ്ടിരിക്കുകയാണ്. എന്താ പറയാ, ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കെ. കഷ്ടപ്പെട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടൊരു വണ്ടി എടുത്ത് അതിന് EMI അടച്ച്, EMIയുടെ ഇതും പോയി, സർവീസ് സെന്ററിൽ കൊണ്ടുവല്ലുമ്പോഴത്തേന് ഇങ്ങനത്തുള്ള തൊട്ടി വർത്താനങ്ങളും. വണ്ടിയുടെ പണിയോ, പണിഞ്ഞാലും തീരാത്ത കുറെ പണി. എന്തൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മാൻ. ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ റോഡിൽ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പെട്ട് നിൽക്കുന്ന അവസ്ഥ, പൈസ പോയില്ലേ? പിന്നെ മാനക്കേടും കൂടെ, വഴിയിൽ നിന്ന് നാണം കിടന്നു. പുതിയ വണ്ടിയാണ് എടുത്ത, പുതിയ വണ്ടി എടുത്തിട്ട് വഴി കിടക്കേണ്ട അവസ്ഥ. അപ്പം അവൻ ആ റോഡിൽ നിന്ന് പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് അവന്റെ പ്രതിഷേധം ഒന്ന് കണ്ടു നോക്കാം. ഒരിക്കലും നിങ്ങളിത് തമാശയായിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം അറിയാലോ, ഈ സ്വിഗ്ഗി ഓടാൻ പോകുന്നവരും സൊമാറ്റോ ഓടാൻ പോകുന്നവരും അവരെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നല്ലോണം അറിയാം. ബ്രോ എന്താ ഇലക്ട്രിക് വണ്ടിക്ക് പെട്രോൾ പമ്പിൽ എന്താ കാര്യം? ചേട്ടാ, ഞാൻ അപ്പുറത്ത് സമരം നടത്തിക്കൊണ്ടിരിക്കുക പെട്രോൾ ലാഭിക്കാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ ഞാൻ സ്വിഗ്ഗി ഓടുന്ന ഞാൻ ഡെയിലി 200 രൂപയ്ക്കൊക്കെ പെട്രോൾ അടിക്കേണ്ടി വരും. അന്നേരം എനിക്ക് വയറ് കഴിയാനായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇച്ചിരി പൈസ ലാഭിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഇലക്ട്രിക് വണ്ടി എടുത്തു, ഓലയെന്നാ പേര്. അതിന് വണ്ടി എടുത്തിട്ട് ഫെബ്രുവരി മാസം വണ്ടി എടുത്ത വണ്ടി നവംബർ മാസം ആകുമ്പോഴത്തേക്ക് കംപ്ലൈന്റ് വരുന്നത്. അത് കംപ്ലൈന്റ് ആയിട്ട് 55 ദിവസം എടുത്തു അതിലൊന്ന് പരിഹരിച്ചു തരാൻ. അവർ കൃത്യമായിട്ട് പരിഹരിച്ചു തരുന്നില്ല. അതുകൊണ്ട് അതേ സെയിം കംപ്ലൈന്റ് തന്നെ ഇന്നത്തെ ദിവസം വരെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈ വണ്ടി ഓടത്തില്ല, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അന്നേരം എനിക്ക് ഈ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഈ വണ്ടി എപ്പോഴും കംപ്ലൈന്റ് വരുന്നു, പോകുന്ന വഴിക്കെല്ലാം കംപ്ലൈന്റ് വരുന്നതുകൊണ്ട് എനിക്ക് ഇപ്പം ഭക്ഷണം തന്നെ കഴിക്കുന്ന അവിടെ ഈ ഓച്ചിറയിൽ ഒരു അലമാരയുണ്ട്, വിശപ്പ് രഹിത ഓച്ചിറ എന്നൊക്കെ പറഞ്ഞിട്ടൊരു അലുമാരയുണ്ട്. അതിന്റെ അകത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്റെ ആവശ്യം അതല്ല. ഇവരെപ്പോഴും കംപ്ലൈന്റ് വരുന്നു. ഇപ്പൊ തന്നെ 38,000 കിലോമീറ്റർ ആയി വണ്ടി. 40,000 കിലോമീറ്റർ ആകുമ്പോൾ ഇതിന്റെ വാറന്റി കഴിയും. BMSന്റെ ഇഷ്യൂ ആ. കൺസ്യൂമർ കോർട്ടിലൊക്കെ ഓൾറെഡി കൺസ്യൂമർ കോടതി പരാതി കൊടുത്തിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞ ഗതാഗത മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, ലേബർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ്, അപ്പം ആ പയ്യന്റെ, ആ ഒരു ചെറുപ്പക്കാരന്റെ അവസ്ഥ ഇതാണ്. 2 ലക്ഷത്തോളം രൂപ അവൻ EMI അടയ്ക്കുന്നു. സർവീസ് ചെയ്യാനായിട്ട് ഈ ഒരു കംപ്ലൈന്റ് കൊണ്ട് നിരന്തരമായിട്ട്. ഈ പയ്യന്റെ വീഡിയോ വേറെ ഇതിനു മുമ്പും ഓരോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട്. ഈ പയ്യന്റെ ഒരു വീഡിയോ, ഇവൻ ഇങ്ങനെ ഓരോ ഓലക്കാലും വെച്ചോണ്ട്, ഓലമടലും വെച്ചോണ്ട് വണ്ടി ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകണം. വേറെ വീഡിയോസും കണ്ടിട്ടുണ്ട്. ഇത് കുറെ നാൾക്ക് മുമ്പേ, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തോ മനസ്സിലാക്കണ്ട, ഈ വണ്ടി കംപ്ലൈന്റ് ആണ്, കമ്പനി കംപ്ലൈന്റ് ആണത്. അവർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവര് ഇതിനൊക്കെയുള്ള കംപ്ലൈന്റ് കണ്ടുപിടിച്ചിട്ട് റെഡിയാക്കി എന്ന് പറഞ്ഞ് വണ്ടി കൊടുത്തു വിട്ടിട്ട് തോന്നിയ ദിവസമാണ് വീണ്ടും കംപ്ലൈന്റ് ആവുക. അപ്പൊ വീണ്ടും ഈ ഒരു കംപ്ലൈന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. വണ്ടി ഓടുന്നില്ല, പൈസ ഈവൻ വണ്ടിയുടെ EMI അടയ്ക്കണം. അതെന്തൊരു ഏർപ്പാടാ? നിങ്ങളൊന്ന് ആലോചിക്കുക, അതെന്തൊരു ഏർപ്പാടാ?
അപ്പൊ അവൻ പറയുന്നത് എന്താന്ന് വെച്ചാല് വണ്ടി തിരിച്ചെടുക്കുക, അവൻ ഇത്രേ നഷ്ടമായ പൈസ തിരിച്ചു കൊടുക്കാനാണ് അവൻ പറയണത്. ശരിയാണ്. സത്യം പറഞ്ഞാൽ അവന്റെ കൂടെ ഇങ്ങനത്തെ ആൾക്കാരോടൊക്കെ നിൽക്കാനേ പറ്റത്തുള്ളൂ. ഗതി കെട്ടിട്ട് ഈ ഒരു കമ്പനിക്കാരെ അറിയാൻ വേണ്ടിയിട്ട് അവന് ആൾക്കാരെ എല്ലാം കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്ത പിന്നത്തുള്ള പരിപാടി എന്ന് വെച്ചാൽ ട്രെയിനകത്ത് കെട്ടിത്തൂക്കി. മീഡിയക്കാരെല്ലാം കണ്ടു വന്നു. ഇവൻ വിളിച്ചിട്ട് വന്നതൊന്നുമല്ല. ഒരു സ്വാഭാവികമായിട്ട് നമ്മള് ഒരു വഴിയിൽ ഒരു വണ്ടി കൊണ്ട് പ്രതിഷേധിക്കാതിരിക്കുമ്പോൾ നമ്മൾ എന്തായാലും ചോദിക്കും. ചിലപ്പോൾ നമ്മൾ ആ വണ്ടി എടുക്കാൻ പോകുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരോ നമ്മളെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടവർ എടുക്കാൻ പോകാനായിട്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ വഴിയിൽ ഈ വണ്ടി ഇരിക്കുമ്പോൾ ഈ വണ്ടി കൊണ്ട് അതിനകത്ത് പൂമാല ഇട്ട് റീത്തും വെച്ചിട്ട് ഒരാൾ പ്രതിഷേധിക്കാതിരിക്കുമ്പോഴത്തേന് നമ്മൾ എന്തിനു വിചാരിക്കും? സ്വാഭാവികമായിട്ട് നമ്മളോട് ചോദിക്കും. അല്ലാതെ മീഡിയക്കാരെ വിളിച്ചു വരുത്തി പ്രതിഷേധിച്ച് അങ്ങനെ ഒന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവൻ വിളിച്ചു വരുത്തിയാലും ശരി, അവന് കംപ്ലൈന്റ് കണ്ടുപിടിച്ച് റെഡിയാക്കി കൊടുത്തില്ല, വണ്ടി വീണ്ടും വഴിയിലായി. അപ്പൊ അവനങ്ങനെ ഗതി കെട്ടിട്ട് ട്രെയിനിൽ കെട്ടിത്തൂക്കി. ചെയ്തത് നല്ല കാര്യം തന്നെ. അപ്പം ഇതാണ് അവന്റെ അവസ്ഥ. അവൻ അതേ പറയാനുള്ളൂ, വണ്ടി തിരിച്ചെടുക്കുക, ഇത്രയും നാൾ EMI അടച്ചത്, ഇത്രയും അടച്ച് EMI തിരിച്ചു കൊടുക്കുക. കഷ്ടം തന്നെ. ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാവേ, ഇപ്പോഴല്ല, ഞാൻ ഇതിന്റെ ലാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ടോ ഞാൻ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് അതിന് മുന്നേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഇലക്ട്രിക് സ്കൂട്ടർ ആയാലും ഇലക്ട്രിക് കാർ ആയാലും നിന്ന് പോവളിയാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പെട്രോൾ വണ്ടിയൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു വണ്ടി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തെടുക്കാം. അത് കണക്കല്ല. കാരണം ഈ ഇലക്ട്രിക് വെഹിക്കിൾ ഏതായാലും ശരി, അത് സോഫ്റ്റ്വെയറിന്റെ ഒരു സഹായത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ന് പറയാം. ഓൾമോസ്റ്റ് അത് തന്നെ സോഫ്റ്റ്വെയറിന്റെ കൂടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്തത്. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിൽക്കുന്നിടത്ത് എവിടുന്ന് ഓടി പോകണോ അവിടെ നിൽക്കും. ഏത് വഴിയിലാന്ന് വെച്ചാൽ അവിടെ നിൽക്കും. ഞാൻ ശരിയാ, നിങ്ങളൊന്നും പറഞ്ഞിട്ടല്ലേ ഞാൻ വണ്ടി എടുത്ത. പക്ഷെ ജോലിക്ക് പോയി ജീവിക്കാൻ വേണ്ടി 3 തവണ ആഹാരം കഴിക്കാൻ വേണ്ടി ഞാൻ എടുത്ത്. എന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. പലരോടും ചോദിച്ചപ്പോ നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ പെട്ടുപോയതാ. ഇതുപോലെ ഗതികെട്ട നാട്ടില് അതിനപ്പുറം ഗതികെട്ട ഒരു ചെറുപ്പക്കാരൻ ഭിക്ഷ യാചിക്കുവാണ് ഓച്ചിറയിൽ റോഡ് സൈഡിൽ നിന്ന്. നാണക്കേടാണ് ഇതുപോലെ ഗതികേട്. ഇവൻ എന്തെങ്കിലും സംഭവിച്ചിട്ട് കമന്റ് ബോക്സിലും അല്ലാതെ ഒന്ന് കൊണ അടിച്ചിട്ട് ഒരു കാര്യമില്ല. അത്രത്തോളം ഗതികേടാണ് ഈ നാട്ടിൽ. നാണ്ട ഈ ഒരു ചെറുപ്പക്കാരൻ ആരും ഇല്ലാത്തവനാണ്, അമ്മയും അച്ഛനും ഇല്ലാതെ വാടക വീട്ടിൽ കഴിയുന്ന ഒരു പയ്യനാണ്. എന്തിനാ നീ ഭിക്ഷ എടുക്കുന്നത്? ചേട്ടാ, ഞാൻ വണ്ടി എടുത്തിട്ട് ഇത്രയും കംപ്ലൈന്റ് വന്നു. ഞാൻ പല സർക്കാർ സംവിധാനങ്ങളും പരാതി കൊടുത്ത്, ഇവിടെ ഉപഭോക്തൃ കോടതി പരാതി കൊടുത്ത്. അവര് പറയുന്നത് ഞാനിപ്പോ ലാപ്ടോപ്പ് കൊണ്ടുവരണമെന്ന്. ലാപ്ടോപ്പ് ഒരു ഗതിക്ക് പലഗതി ഇല്ലാതെ ജോലിക്ക് പോകാൻ കഴിയാതെ ഇങ്ങനെ ഇരിക്കുന്ന ഞാനിങ്ങനെ ലാപ്ടോപ്പ് കൊണ്ടുപോകുന്നേ. ഇതിന്റെ വീഡിയോ എവിഡൻസ് ഉണ്ട്. അത് കോടതിക്ക് കാണണമെങ്കിൽ അവിടെ ലാപ്ടോപ്പ് ഇല്ല, ഞാൻ കൊണ്ടുപോകണം. മനുഷ്യാവകാശ കമ്മീഷനെ കൊടുത്തപ്പോ ഇത് മനുഷ്യാവകാശം അല്ലെന്ന്. അവരാരെയും കുറ്റം പറയുന്നല്ല. പക്ഷെ നിങ്ങളിത് പരിഹരിച്ച് ക്ലിയർ ചെയ്യാത്തവരും നിങ്ങളെ കുറ്റം തന്നെ പറയാം. എല്ലാവരും നിങ്ങളെ നെഗറ്റീവായിട്ടുള്ള കാര്യം അത്. അങ്ങനെ ആ വഴി നിൽക്കുന്ന ചോദിച്ചപ്പോൾ പറഞ്ഞു അത് എന്തോ എററായി പോയ, ഡോർ അടയ്ക്കാൻ പറ്റുന്നില്ല, വണ്ടി ഒരു സൈഡിൽ ഇങ്ങനെ റോഡിന്റെ നടുക്കായിട്ട് കിടക്കുക, പാർക്ക് ലൈറ്റ് അല്ല ഹസാർഡ് ലൈറ്റ് എല്ലാം കത്തി കിടക്കുന്നത്, വണ്ടി അനങ്ങുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചാല് കമ്പനിയിൽ നിന്ന് ആള് വരണം, എന്നാലേ വണ്ടി ടോ ചെയ്യാൻ പറ്റത്തുള്ളൂ. വണ്ടി അനക്കാനോ സ്റ്റാർട്ടാക്കാനോ ഒന്നും ചെയ്യാൻ പറ്റണില്ല. വഴിപ്പെട്ട് ഒരു കാറ്. അതാണ് കാരണം ഈ സ്കൂട്ടറുകളും അതാണ് കാരണം ഇലക്ട്രിക് സ്കൂട്ടറുകളും. അപ്പൊ നിങ്ങൾ ഈ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുമ്പോഴത്തേനും നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വേണം. അതിന്റെ നെഗറ്റീവ് വശങ്ങളായാലും പോസിറ്റീവ് വശങ്ങളായാലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വേണം വണ്ടി എടുക്കാൻ പോകാൻ. ഈ സർവീസ് സെന്ററുകളിൽ ഈ കാറിന്റെ സർവീസ് ഞാൻ എന്റെ ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാനും സർവീസ് സെന്ററിലൊക്കെ നിന്നിട്ടുണ്ട്. എനിക്കും അറിയാം അവിടുത്തെ പരിപാടി കിട്ടാൻ. ഈ അഡ്വൈസർമാരും കുറെ എക്സിക്യൂട്ടീവ്സുമാരും ഉണ്ട്, അങ്ങ് ഒലിപ്പിയില്ല. ഇത് പണിയാനും വണ്ടി പണിഞ്ഞ് കയറ്റാനും പണി തരാനും എല്ലാത്തിനും ഒലിപ്പിയില്ല. അഡ്വൈസർമാർ അതിനകത്ത് കയറി കളിക്കുന്ന കുറെ, അവർക്ക് ടാർഗറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറെ പരിപാടികൾ ആണത്. എന്നിട്ട് പോകാൻ നേരത്ത് സാർ 5 സ്റ്റാർ കൊടുക്കണേ, അത് കൊടുക്കണേ, ഇത് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് അടിച്ചു കയറ്റി വിടും. ഞാൻ എന്ത് കോപ്പാടാ കാണിക്കുന്നത്? കസ്റ്റമറിനെ ഒലിപ്പിച്ച് കയ്യിലാക്കി അതാക്കി ഇതാക്കി, ആ പണിയുണ്ട് ഈ പണിയുണ്ട് സാറേ, ഇത് ഇളവിരിക്കുക ഇല്ലാത്ത പണികൾ ആദ്യം അടിച്ച് വണ്ടി നേരെ ഇരിക്കുന്ന വണ്ടി നശിപ്പിച്ചു കൊടുക്കലാണ് മിക്ക ആൾക്കാരെയും പരിപാടി. അപ്പൊ ഈ അഡ്വൈസർമാരെ കേസ് പറയുകയാണെങ്കിൽ അവർക്ക് ടാർഗറ്റ് അടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അവർക്കൊരു എന്താ ഈ 5 സ്റ്റാർ പറയത്തില്ലേ, റേറ്റിംഗ് അതാണ്. റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് സാറേ അന്ന് അടിച്ചിരിക്കണേ, 5 സ്റ്റാർ കൊടുത്തിരിക്കണേ.
നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? നാണോ ഉണ്ടോ അതിനൊക്കെ? പോട്ട്, അത് വിട്. അപ്പം ഒന്നില്ലെങ്കിൽ മര്യാദയ്ക്ക് വണ്ടി പണി കൊടുക്കുക. പിന്നെ ഈ ഓലയുടെ കേസ് പറയുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഒരു ലോഡ് ഓല ഒരു പറമ്പില് പോച്ച കാട് കയറി ഇട്ടിരിക്കും. കാട് കയറി കിടക്കണം. അതാണ് കാരണം ഈ കുറെ സർവീസ് സെന്റർ ഉണ്ട്. ആ സർവീസ് സെന്റർ ഈ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ സർവീസ് സെന്ററിൽ ഫ്രണ്ടിലെല്ലാം പോയാൽ മതി. വഴിയിലെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് ചുമ്മാ ഷോയ്ക്ക് അവര് ഡിസ്പ്ലേ ഇട്ടിരിക്കൊന്നുമല്ല. കംപ്ലൈന്റ് വണ്ടികളാണ്. എന്തോരം വണ്ടികളാന്ന് അറിയാം കംപ്ലൈന്റ്. ഇപ്പൊ ഞാനൊരു വീഡിയോ അടിച്ചത് നിങ്ങളതൊന്ന് കണ്ടു. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് നാശമായിട്ട് ഉപേക്ഷിച്ച് പോയ വാഹനങ്ങളാണ്. ഒരിക്കലല്ല. ഈ കീരിയും പാമ്പിൻ്റെ ഒക്കെ ഒപ്പം ഇരിക്കുന്നത് ഓലേരെ സർവീസ് സെൻറ്ററിൽ ഇരിക്കുന്ന വാഹനങ്ങളാണ്. ഇതാ അറ്റത്ത് വരെ കാണുന്നത് വിൽക്കാൻ വെച്ചിട്ടുള്ള വാഹനങ്ങളും അല്ല കേട്ടോ, സർവീസ് സെൻറ്ററിൽ ഇരിക്കുന്ന വാഹനങ്ങളാണ്. ഇവരുടെ അടുത്ത് വണ്ടി എന്ന് കിട്ടും 1.5 മാസമായി എന്ന് പറയുമ്പോൾ ഇവർ പറയണത് 6 മാസമായിട്ട് ഇരിക്കുന്ന വണ്ടികളുണ്ടെന്നാ. 1.5 മാസമായിട്ട് ഇരിക്കുന്ന എൻ്റെ വണ്ടിയുടെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സങ്കടം. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പുതിയ വണ്ടി എടുക്കാൻ പോകുമ്പോഴത്തേന് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാൻ പോകുമ്പോഴത്തേന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അവര് പലതും പറയും. ഈ എടുക്കാൻ ചെല്ലുമ്പോഴത്തേനും ഭയങ്കര ഒലിപ്പിലും കാര്യങ്ങളും, എക്സിക്യൂട്ടീവ്സ് ആയാലും ആ ഒരു വണ്ടി എടുക്കാൻ ചെല്ലുന്നവരൊക്കെ ഭയങ്കര ഒലിപ്പിലും കാര്യങ്ങളായിരിക്കും. ഒരു കംപ്ലൈന്റ് ഇല്ല സാറേ, ഒന്നും ഉണ്ടാവത്തില്ല, അതാണ് കാണും അവിടെ കൂടെ ഞങ്ങളെല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വണ്ടിയും തന്നുവിട്ട് അവരെ ടാർഗറ്റ് അടിച്ചിട്ട് നമ്മളാണ് റോഡിൽ കിടന്ന് ഇഴയണത്. നമ്മളാണ് റോഡിൽ തള്ളിക്കൊണ്ട് പോകണം വണ്ടി. ഇതാണ് അവസ്ഥ. ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടി തന്നെ ഇരിക്കുന്നു. ഇങ്ങനത്തുള്ള സർവീസ് സെന്ററുകൾ ആരെയായാലും ശരി. ഈ ഓലയൊക്കെ സത്യം പറഞ്ഞ എന്തുവാ, ഓലയുടെ സർവീസ് സെന്റർ ഒന്നും കൊള്ളത്തില്ല. മിക്ക വീഡിയോസ് 2000 ഇത് ഇറങ്ങിയപ്പോ മുതൽ മൊത്തം കംപ്ലൈന്റ് ആണ്. വണ്ടി നിന്ന് കത്തുന്ന ഇതുണ്ടായിട്ടുണ്ട്, വണ്ടി ഓൺ ആവുന്നില്ല, അതിനകത്ത് ഡിസ്പ്ലേക്ക് ടച്ച് വർക്ക് ആവുന്നില്ല. എന്നിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു വണ്ടി എടുക്കാൻ പോണത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് തന്നെ പണിയാകത്തുള്ളൂ. നമ്മളെ കുഴി നമ്മൾ തന്നെ തോണ്ടുന്നു എന്ന് തന്നെ അതിന്റെ അർത്ഥം. സർവീസ് സെന്ററുകൾ പോലും എനിക്ക് തോന്നുന്നു പൂട്ടി പോവുക. അപ്പൊ എടുത്തവരെ കാര്യം കഷ്ടമായി. നമ്മളെ കൊണ്ട് എടുപ്പിച്ച ആൾക്കാർ മാഞ്ഞു പോയി. അതാണ് അവസ്ഥ. അപ്പം ഈ ഒരു ചെറുപ്പക്കാരന്റെ അവസ്ഥ നിങ്ങൾക്ക് ഇനി ഉണ്ടാവരുത്. എനിക്കായാലും ശരി, നിങ്ങൾക്കായാലും ശരി, ആർക്കായാലും ശരി, ഈ അവസ്ഥ ഉണ്ടാവരുത്. നമ്മൾ മാക്സിമം എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോഴത്തേന് 1000 വട്ടം അതിന്റെ നെഗറ്റീവും പോസിറ്റീവും അതിനെ കുറിച്ചുള്ള നേട്ടങ്ങളും കാര്യങ്ങളും എല്ലാം അറിഞ്ഞിട്ട് വേണം ഒരു കാര്യം ചെയ്യാൻ. അപ്പൊ ഫ്രണ്ട്സ്, ഇപ്പൊ നിങ്ങളിതെല്ലാം നോക്കിയിട്ട് വേണം വണ്ടിയൊക്കെ എടുക്കാനായിട്ടും. പിന്നെ സർവീസ് സെന്ററുകൾ കാര്യങ്ങൾ അന്വേഷിച്ച് വേണം. പിന്നെ അവിടെയുള്ള അഡ്വൈസർമാരെ കൂടെ മെയിനായിട്ട്, ഇവന്മാരാണ് ഏറ്റവും വലിയ വണ്ടി. അഡ്വൈസർമാർ ഒലിപ്പിയിൽ എന്ന് പറഞ്ഞാൽ ഒലിപ്പിയിൽ ചില ഇതുണ്ട്, കസ്റ്റമർ താങ്ങാൻ നിൽക്കുന്ന പറയുമ്പോഴുണ്ട് നാറികൾ. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.